ഇതാണ് കോട്ടായിലുള്ള ശ്രീ ചമ്പ്രക്കുളങ്ങര അയ്യപ്പൻകാവ്. ബാലശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. ഇന്നെന്തായാലും ഈ അയ്യപ്പൻകാവിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ. കാരണം ഒരു 5 മിനിറ്റ്സ് ഉണ്ടാവും വാക്കിംഗ് ഡിസ്റ്റൻസ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്കിങ്ങനെ ഇറങ്ങി പോകണം. അങ്ങനെ ഒരു ഭൂപ്രദേശമാണ് ഇവിടെയുള്ളത്. ഈ അയ്യപ്പനെ ചുറ്റിപ്പറ്റി പല ദേവന്മാരുണ്ട്. നരസിംഹമൂർത്തിയായിട്ടുള്ള കൃഷ്ണനുണ്ട്, അത് മേലെ അമ്പലം എന്നറിയപ്പെടുന്നുണ്ട്. അപ്പുറത്ത് ശിവൻ, പാർവതി ഇല്ലാത്ത ശിവനാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ താങ്കോട് എന്ന പേരിലാണ് അത് അറിയപ്പെടുക. അപ്പോൾ ഇന്ന് മകരവിളക്കായതുകൊണ്ട് ഞാനിന്ന് സന്ധ്യയ്ക്ക് അമ്പലത്തിൽ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, സ്പിരിച്വൽ വൈബ് മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല പോലെ ലഭിച്ചു. കാരണം അവിടെ ഒരു കെട്ടുനിറ ഉണ്ടായിരുന്നു. അവിടുത്തെ ശരണം വിളികളും അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ ആ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ആ തിരികളുടെ എണ്ണട മണവും എല്ലാം കൂടി ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ വൈബിലായി പോയി, മനസ്സും ശരീരവും എല്ലാം. ഒരു പ്രദക്ഷിണം വെക്കാന്നുള്ള പ്ലാനിലാണ് ഞാൻ പ്രദക്ഷിണം വെച്ച് തുടങ്ങിയത്. പക്ഷേ പ്രദക്ഷിണം വെച്ച് ഞാൻ ഒരു പ്രദക്ഷിണം വെക്കാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത ആൾ 4 or 5 പ്രദക്ഷിണം വെച്ച് കൊണ്ടേയിരുന്നു. കാരണം എനിക്ക് അതൊന്നും വിട്ടിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര അട്രാക്റ്റീവ് പവറായിരുന്നു ആ ചുറ്റിലുമുള്ള വൈബിനുണ്ടായിരുന്നത്. കാരണം ആകാശം കുറേയൊക്കെ മേഘാവൃതമായിരുന്നു. കാരണം ഇന്ന് ന്യൂനമർദ്ദം എന്തോ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. മഴ വരുന്ന സമയവും കൂടിയിട്ടായിരുന്നു. പക്ഷെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ എൻ്റെ മുന്നിൽ കൂടി കടന്നുപോയി. എപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നെല്ലാവരും പറയുക. അപ്പോൾ ഞാൻ കൂടുതലും ഈ സ്പിരിച്വൽ വൈബ് കൂടുതൽ ഉള്ളിലേക്ക് എടുക്കാൻ നോക്കാറുണ്ട്. കാരണം അത് വളരെ നല്ല മാറ്റങ്ങളാണ് ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം ഒരു സ്പിരിച്വാലിറ്റിയിൽ അങ്ങോട്ട് കടന്നുപോയി. ആകാശം ഞാൻ പറഞ്ഞ പോലെ നല്ല മേഘാവൃതമായിരുന്നു കുറച്ചൊക്കെ. കാരണം മഴ വരുന്നു തോന്നുന്നുണ്ട്. ഇത്ര നേരമായിട്ട് മഴ പെയ്തിട്ടില്ല, അറിയില്ല. മഴ വരാറായിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം ഒരു മനോഹരമായിട്ടുള്ളൊരു ഇതിൽ കൂടെ കടന്നുപോയി. ഇതാണ് അയ്യപ്പൻകാവ് കുളം. അയ്യപ്പൻകാവ് കുളമാണിത്. അതിൻ്റെ അപ്പുറത്താണ് ശിവൻ്റെ അമ്പലം ഉള്ളത്. ഇവിടെ ആനക്കുളം, ആൾക്കാർ കുളിക്കുന്ന കടവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുളിയൊക്കെ വളരെ കുറവായിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർക്ക്.